പ്രിയമുള്ളവരെ നമസ്കാരം. കായംകുളം പോപ്പുലർ അക്കാഡമിയിലെ വിദ്യാഭ്യാസത്തിനും കൃഷിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ ഗ്രീൻ വേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം തരം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ മലയാള അടിസ്ഥാന പാഠാവലി പുസ്തകത്തിലുള്ള റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. റഫീഖ് അഹമ്മദ് ആധുനിക മലയാള ഭാഷയുടെ ശ്രദ്ധേയനായ യുവകവിയാണ്. അദ്ദേഹത്തിന് ചലച്ചിത്രഗാനത്തിനുള്ള സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ്. ഇന്ന് വാർദ്ധക്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത ദുഃഖങ്ങളുടെയും അവഗണനയുടെയും ഒരു നേർചിത്രമാണ് റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ. ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ വൃദ്ധയും രോഗം മൂലം അവശ്യമായ അമ്മയെ മകൻ കാറിൽ കയറ്റി എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ, അതായത് കളയാൻ ശ്രമിക്കുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ആദ്യം അദ്ദേഹം ഒരു വലിയ മാളിൻ്റെ മുൻപിൽ, തുടർന്ന് ആശുപത്രി തിണ്ണയിൽ, സ്കൂളിൻ്റെ മുറ്റത്ത്, അമ്പലനടയിൽ, ഇന്ന് ചെയ്യുന്ന പോലൊക്കെ തന്നെ ആ അമ്മയെ കളയാൻ ശ്രമിക്കുന്നു. എങ്കിലും അവിടങ്ങളിലൊക്കെ അമ്മയുമായിട്ടുള്ള മകൻ്റെ ആത്മബന്ധം തീവ്രമായി കാണുകയാൽ, അല്ലെങ്കിൽ മകൻ അനുഭവിക്കുകയാൽ, ആ ഉദ്യമം, ആ ശ്രമം മകൻ ഉപേക്ഷിച്ച് അമ്മയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കവിതയിലുള്ളത്. ഈ കവിത വായനക്കാരനെ വളരെ നൊമ്പരപ്പെടുത്തുന്ന കവിതയാണ്. പിൻസീറ്റിലത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. പിൻസീറ്റിലത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീതികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. പെറ്റുകിടക്കും തെരുവു പട്ടികൾക്കെന്തൊരു ഊറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരു ഇരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട് അപ്പടിയോരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയേകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും
എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി എങ്ങിനി കൊണ്ടുപോയി ഇറക്കേണ്ടു സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തെ കശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? ആരാണ് മുന്നിൽ പുറത്തെ കശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം ഒന്നിനും കൊള്ളരുതാത്തവനെന്ന അവൾ ഇന്നും പഴി പറഞ്ഞേക്കാം ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് അവൾ ഇന്നും പഴി പറഞ്ഞേക്കാം മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞു പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞു നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചതമ്മ നിർദ്ദയം എന്തേ കണ്ണുകൾ അടയ്ക്കാതെ വെച്ചതമ്മ നിർദ്ദയം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം.